നമുക്കറിയാം, നമ്മുടെ സഭ ഏകമാണ്, വിശുദ്ധമാണ്, ശ്ലൈഹികമാണ്, സാർവത്രികമാണ്. അപ്പോൾ സഭാമക്കളെല്ലാവരും ഒറ്റ ഐക്യത്തോടു കൂടി നിൽക്കുമ്പോഴാണ് നമ്മുടെ സഭ അതിൻ്റെ പൂർണ്ണ ചൈതന്യത്തിൽ നമുക്ക് നമ്മുടെ ഈശോയെ മഹത്വപ്പെടുത്താൻ പറ്റുക. അപ്പോൾ നോമ്പ് കാലത്ത് നമ്മുടെ സിസ്റ്റേഴ്സ് പ്രത്യേകമായിട്ടും അവർ എത്ര വ്യത്യസ്ത കോൺഗ്രിഗേഷനിൽപ്പെട്ടവരാണെങ്കിലും ഒറ്റ ചൈതന്യത്തോടെ യേശുവിൻ്റെ സുവിശേഷം, യേശുവിൻ്റെ സഭാഗാത്രം മഹത്വപ്പെടുക എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടിയാണ് എല്ലാവരും ഏകമനസ്സായി ശുശ്രൂഷ ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ധ്യാന വിചിന്തനങ്ങൾ സഭയിൽ എല്ലാവർക്കും വലിയ അനുഗ്രഹവും ആത്മീയ ഉണർവും പ്രദാനം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈസ്റ്ററിന് ഒരുക്കമായി നമ്മൾ നടത്തിയ സമർപ്പിതരോടൊപ്പം എന്ന ശുശ്രൂഷയിൽ വിവിധ കോൺഗ്രിഗേഷനുകളിൽ നിന്നായി ഒത്തിരിയേറെ സമർപ്പിതർ നമുക്കായി വചനം പങ്കുവച്ചു. നിങ്ങൾ തിരഞ്ഞെടുത്ത ഓരോ വിഷയങ്ങളും ആത്മീയമായി ഞങ്ങളെ കൂടുതൽ വളർത്തുന്നതിന് ഏറെ സഹായകമായിരുന്നു. എല്ലാ സമർപ്പിതർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ വലിയ നോമ്പിന് വളരെ നന്നായിട്ട് ഒരുങ്ങുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഇതിനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനം പകർന്നു നൽകിയ എല്ലാ സിസ്റ്റേഴ്സിനും ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും സ്നേഹവും നിങ്ങൾക്ക് നേരുകയാണ്. 50 നോമ്പിനൊരുക്കമായി സമർപ്പിതരിലൂടെ നടത്തപ്പെട്ട വചന വിചിന്തന ശുശ്രൂഷ എൻ്റെ മനസ്സിനെന്നും ഒരു പുത്തൻ ഉണർവ് നൽകുന്നതായിരുന്നു. നോമ്പിന് നന്നായി ഒരുങ്ങുവാനും എൻ്റെ ഉള്ളിലെ ദൈവസ്നേഹത്തെ കൂടുതൽ ജ്വലിപ്പിക്കുവാനും സഹായകമായതിൽ എൻ്റെ നന്ദിയും സ്നേഹവും പ്രാർത്ഥനകളും പ്രിയപ്പെട്ട സമർപ്പിതരെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രിയ സഹോദരിമാരെ, ഈ ശുശ്രൂഷയിലൂടെ നമ്മളൊന്നാണെന്നും നമ്മുടെ സ്നേഹക്കൂട്ടായ്മ സഭ ഏകമാണ് എന്ന തത്വത്തെ ഏറ്റുപറയുകയുമാണല്ലോ. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയങ്ങൾ വിശ്വാസ വളർച്ചയ്ക്ക് ഉപകരിക്കുന്നതാകയാൽ ഞങ്ങളതിനെ വിലമതിക്കുന്നു. പല സന്യാസ സമൂഹങ്ങളായ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവജനത്തിൻ്റെ നന്മയ്ക്കായി ഒരുക്കുന്ന ശുശ്രൂഷകൾ പ്രോത്സാഹനജനകമാണ്. നമ്മുടെ ദൈവവിശ്വാസവും സഭയുടെ കാഴ്ചപ്പാടും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യവും ചേർന്നതാണല്ലോ നമ്മുടെ ദൈവവിളി. ആകയാൽ നമ്മുടെ ദൈവവിളി വളരുവാനും അത് കൂട്ടായ്മയിൽ വ്യാപരിക്കുവാനും അങ്ങനെ സഭ കൂടുതൽ തിളക്കമുള്ളതാകുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സമർപ്പിതരെ, ഈ 50 ദിവസത്തെ നോമ്പുകാലം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നിങ്ങൾ നൽകിയ അനുഗ്രഹപ്രദമായ നല്ല വാക്കുകൾക്കും നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിനും ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് സ്നേഹപൂർവ്വം ഒത്തിരി നന്ദി അറിയിക്കുന്നു. എല്ലാം അതിജീവിച്ച് പ്രവർത്തന മേഖലകളിലെല്ലാം പ്രകാശം പകരുവാൻ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി നന്ദി.